നമ്മളെ രക്ഷിതാക്കൾ അവരെ സ്ഥാനം ഒരിക്കലും മാറ്റാൻ കഴിയില്ലല്ലോ. അവർ പിന്നെ സ്വഭാവം നന്നായാലും മോശമായാലും സ്ഥാനം ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാ. നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാന് നമുക്ക് യോഗ്യത ഇല്ല. പലപ്പോഴും നമ്മുടെ പല ആളുകളും സുഹൃത്തുക്കളും ഫാമിലിയിൽ നിന്നൊക്കെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫാമിലിയിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസപ്പെടുന്ന വാക്കുകളും അത്തരം പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളിൽ നിന്ന് വരെ ഇങ്ങനെ മോശമായ പെരുമാറ്റം, കുറ്റപ്പെടുത്തലുകൾ, ചീത്തവാക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ പങ്കുവെക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു മുഅ്മിനായ വ്യക്തി അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മാതാപിതാക്കൾ, അധ്യാപകർ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികൾ ഉദ്ദേശിച്ച അങ്ങനത്തെ ശരിക്കും നമ്മളെ രക്ഷിതാക്കൾ അവരെ സ്ഥാനം ഒരിക്കലും മാറ്റാൻ കഴിയില്ലല്ലോ. അവർ പിന്നെ സ്വഭാവം നന്നായാലും മോശമായാലും സ്ഥാനം ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാ. നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാന് നമുക്ക് യോഗ്യത ഇല്ല. അപ്പൊ ആ സമയത്ത് പിന്നെ നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ സഹിക്കാൻ പാടില്ല. അതിനനുസരിച്ച് തിരിച്ചടിക്കണം എന്നല്ലല്ലോ. അപ്പോ സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഇത് മാത്രം നമ്മൾ കേൾക്കരുത്, ശരിക്കും അത് ആസ്വദിക്കണം. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് കേട്ടുകൊടുത്ത് അത് നമ്മളൊരു ആസ്വാദ്യമായിട്ട് എടുക്കുക. ആ സമയത്ത് തന്നെ ഏകദേശം പരിഹാരമായി. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ നമ്മെ പോലെ ഈ ന്യൂ ജനറേഷനിൽ ഓരോ കൂട്ടുകാരെയും അതല്ലെങ്കിൽ പല ട്രെയിനിങ് സെഷനുകൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത പരിചയം നമുക്കുണ്ടാവും. ഒരാളോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിനൊരു കാര്യം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് അതിന്റെ രീതികൾ അറിയാം. മറുവശത്തുള്ള ആളെ മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ ഈ സാധുക്കളായ നമ്മുടെ രക്ഷിതാക്കള് അതല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്ക് അവർക്ക് അതിന്റെ രീതികൾ അറിയൂല. ലക്ഷ്യം എന്താണ്? ഇപ്പൊ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പിന്നെ വിഷം ഉള്ള വെള്ളം അതിങ്ങനെ കുടിക്കാൻ നിന്നപ്പോ ഒരു പക്ഷി വന്നിട്ട് തടഞ്ഞു. ശരിക്കും ഇയാൾക്ക് അറിയില്ല ഒരു വിഷം ഉണ്ട്. ഈ വെള്ളം തടഞ്ഞു എന്തിനാന്ന് ആലോചിച്ചിട്ട് ഈ പക്ഷിനെ കൊന്നു കളഞ്ഞു. അതിനുശേഷം ഇയാൾക്ക് മനസ്സിലാകുന്നത് ഇതിൽ വിഷം ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം ഈ പക്ഷിക്ക് പറയണമെന്നുണ്ട്, പറയാൻ കഴിയൂല. ആംഗ്യം കാണിച്ചു കൊടുക്കണമെന്നുണ്ട്, അതിനും കഴിയുന്നില്ല. അപ്പൊ പക്ഷിക്ക് എന്താണോ കഴിയുന്നത് ഈ മനുഷ്യനെ രക്ഷിക്കാൻ, അത് ചെയ്തു. അത് അവിടെ വികാരത്തോടെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ടെൻഷൻ അടിക്കേണ്ടി വന്നു. വിവേകത്തോടെയാണ് അദ്ദേഹം അത് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം അവിടെ വരൂല. എന്നതുപോലെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയാത്തതിന്റെ പേരിലാണ് അവർ നമുക്ക് ബുദ്ധിമുട്ടാകുന്നത്. നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പറയുന്നുള്ളൂ, ആ ശൈലി മാത്രമേ മാറ്റുള്ളൂ. അത് നമ്മൾ ആസ്വദിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. എല്ലാ പെരുമാറ്റത്തിന്റെ പിന്നിലും ഒരു പോസിറ്റീവായ ഉദ്ദേശം ഉണ്ടാവുന്നല്ലേ? തീർച്ചയായും അങ്ങനെ ആ രൂപത്തിൽ എടുക്കാം.